എനിക്ക് കൃപാസനത്തെയും കൃപാസന മാതാവിനെയും കുറിച്ച് അറിഞ്ഞത് ഒരു വർഷം മുമ്പാണ്. ഓൺലൈനിലായിട്ടാണ് ഞാനത് കണ്ടത്. അങ്ങനെ കുറച്ച് ലോങ്ങാണ്. അപ്പോൾ നേരിട്ട് പോയി ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഓൺലൈനിലായി ഉടമ്പടി എടുത്ത് ഞാൻ 6 സാക്ഷിയാണ് അതിൽ പറഞ്ഞത്. അതിലൊന്നാമത്തെ എൻ്റെ കുഞ്ഞിന് 3 വയസ്സുണ്ട്. അവൾക്ക് ജനിച്ചപ്പോൾ തൊട്ട് ഹാർട്ടിലൊരു ഹോളുണ്ട്. അത് മാറ്റിത്തരണേ അമ്മയെന്നാണ് ഞാൻ ആദ്യത്തെ സാക്ഷിയായി എഴുതിയത്. 3 പ്രാവശ്യം എക്കോ എടുത്തപ്പോഴും അതിനൊരു വ്യത്യാസമില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പോൾ 3 വയസ്സിൽ അവൾക്ക് എന്തെങ്കിലും ചെയ്യാം, എന്തെങ്കിലും സർജറി ചെയ്യാം, എന്നിട്ട് മാറ്റാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഉടമ്പടി എടുത്ത് 1 മാസം കഴിഞ്ഞത് ഞാൻ പോയി എക്കോ എടുത്തപ്പോൾ 3 മില്ലിയാണ് അതിൻ്റെ വലുപ്പം ഉണ്ടായിരുന്നത്. ഞാൻ പ്രാർത്ഥിച്ചത് കുറച്ചെങ്കിലും അതിനൊരു വ്യത്യാസമുണ്ടെന്ന് പറയണം എന്നാണ് പറഞ്ഞത്. അത് മൈനസായി, അതായത് ഒരു പോയിൻ്റ് പോലും ഇല്ലാതെ മൈനസായി ചെറിയൊരു ഹോളായിട്ട് മാറ്റി തന്നു എൻ്റെ മാതാവ്. പിന്നെ രണ്ടാമത്തെ സാക്ഷിയായി പറഞ്ഞത് എനിക്കൊരു ജോലി വേണം. കുറേ കാലമായി ഞാൻ ജോലിക്ക് ശ്രമിക്കണം, എനിക്കൊരു ജോലി വേണം എന്നാണ്. ഡേറ്റ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ജൂലൈ 30 ഞാൻ പറഞ്ഞത്. ജൂലൈ 29 വൈകുന്നേരം ആകുമ്പോഴേക്കും എനിക്ക് ഇങ്ങോട്ടൊരു കോൾ വന്നു. നാളെ മുതൽ ജോലിക്ക് കയറാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ശരിക്കും എല്ലാ കാര്യങ്ങളിലും എൻ്റെ മാതാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അത് പറയാൻ കാരണം, എവിടെ പോവുകയാണെങ്കിലും ഫസ്റ്റൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഒരു ചെറിയൊരു കാര്യത്തിന് പോവുകയാണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എന്താണെന്ന് വെച്ചാൽ അത്രയും ചെറിയ കാര്യത്തിൽ പോലും വലുതായിട്ട് ഞാൻ ടെൻഷൻ അടിക്കുന്ന ഒരാളാണ്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം, ഉടമ്പടി ജീവിതത്തിൽ തുടരാൻ തുടങ്ങിയതിന് ശേഷം എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് എന്താണ് പറ്റിയതെന്നറിയില്ല, എല്ലാ കാര്യങ്ങൾക്കും ഒരു ധൈര്യം വന്നതുപോലെ. പിന്നെ ഞാൻ എല്ലാ കാര്യത്തിനും നല്ല ദേഷ്യപ്പെടുന്ന ഒരാളാണ്. അതൊക്കെ മാറ്റി എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ മാതാവ് എൻ്റെ കൂടെ ഉള്ളതുപോലെ തന്നെയാണ്. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് നടക്കില്ല എന്ന് വിചാരിച്ച് ചെയ്താലും അത് എങ്ങനെയായാലും നടക്കും.